അത് പിന്നെ മോളെ, ഏതോ ഒരു തെരുവെട്ടി ഏതോ ഒരു മനുഷ്യനെ കൈപ്പത്തി കടിച്ചുകൊണ്ട് വന്നിട്ടിരിക്കുന്നു. പോലീസൊക്കെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോ അവിടുന്നാ വരുന്നത്. പുഴയിൽ ഒഴുകി വന്ന ഏതെങ്കിലും ബോഡിയുടേതാവാനേ സാധ്യതയുള്ളൂ. വെള്ളത്തിൽ കിടന്ന് അഴുകി കഴിയുമ്പോ കൈ വിട്ടുപോകാനും സാധ്യതയുണ്ട്. അയ്യോ അമ്മേ, 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 മോളെ അങ്ങോട്ടിരുത്ത്, അങ്ങോട്ട് ഇരുത്ത്. അതൊക്കെ അതൊക്കെ അമ്മേ, വെള്ളം കുടിക്കാമേ, വെള്ളം കുടിക്ക. ശാരദ, കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഇതൊക്കെ കേട്ടിട്ടൊന്ന് തല ചുറ്റിയത്. അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ. എവിടുന്നോ ഒരു കൈപ്പത്തി ഒരു പട്ടി കടിച്ചുകൊണ്ട് വന്നു പറഞ്ഞ് ശാരദ നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ശാരദാമ്മേ, ശാരദാമ്മേ, നിങ്ങൾ അറിഞ്ഞോ നിങ്ങളുടെ പറമ്പിലൊരു പട്ടി കൈപ്പത്തി കടിച്ചോണ്ടിട്ടെന്ന്? അതൊരു മനുഷ്യന്റെ കൈപ്പത്തിയാ, അതും ഒരു പുരുഷന്റെ കൈപ്പത്തി. കേസ് അന്വേഷണത്തിനായി പോലീസ് വന്നിട്ടുണ്ട്. ഇതിന്റെ പേരിലേ എത്ര പേര് ഇവിടെ കുടുങ്ങുമെന്ന് ആർക്കറിയാം? പോലീസുകാരല്ലേ, അവരുടെ ഒരു അഴിഞ്ഞാട്ടം എന്തായാലും അവരുടെ നടത്തും. 6 മാസത്തിനുള്ളിൽ കാണാതായവരുടെ മുഴുവൻ ലിസ്റ്റും അവരെടുക്കും. എന്നിട്ട് ആദ്യം പിടിച്ച് അവര് കയറും. നമ്മുടെ കേരള പോലീസല്ലേ, കൊന്നതാണെങ്കിൽ പ്രതികളെ അവർ കൈയോടെ പൊക്കുകയും ചെയ്യും. ഹലോ, ആനു. ആ ശരി, ഞാനിപ്പോ വരാം. ഓക്കെ. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. നീ വെറുതെ ടെൻഷൻ അടിക്കാതെ.